ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. അത് മറ്റാരുമായിരുന്നില്ല, നസ്രായനായ യേശുക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇത്രയും മനോഹരമായ ഈ ഒരു ഭൂമിയിൽ, ഈ ആകാശത്തെ നോക്കി, ഈ ഭൂമിയെ നോക്കി, ഈ കാറ്റിനെ നോക്കി, ഈ കടലിനെ നോക്കി യേശുക്രിസ്തു എന്ന സത്യ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ 31:1 ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ കരവിരുതനെക്കുറിച്ചും ആ ദൈവം അടിസ്ഥാനമിട്ട ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ ചെറിയ സമയം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകം കടന്നു പോകുന്ന വളരെയേറെ പ്രതികൂല കാലാവസ്ഥയുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കൊരിന്ത്യയിലെ സഭയ്ക്ക് സെന്റ് പോള് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യൻസ് 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു: യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി അതിൻ്റെ മുകളിൽ മറ്റൊരു അടിസ്ഥാനവും നമുക്ക് സ്ഥാപിക്കുവാനാവില്ല. ഒരു വിശ്വാസിയായ, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്ന പാറമേൽ വിശ്വാസത്തിൻ്റെ ഭവനം പണിത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയും നമ്മോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുകയാണ്. ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും മതത്തിൻ്റെ ആധ്യാത്മിക പാഠങ്ങളോ നമ്മളെ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കുകയില്ല എന്ന് ഈ സമയം നിങ്ങൾ തിരിച്ചറിയണം. ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ എന്ന് പറയുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയതിന് ശേഷം തിരികെ വന്ന് നിങ്ങളെയും ഞാൻ ആയിരിക്കുന്നിടത്ത് കൊണ്ടുപോകുമെന്ന് നമ്മളോട് വാക്കു പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ദൈവപിതാവിൻ്റെ വാഗ്ദത്തം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇന്ന് പക്വതയില്ലാത്ത ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമോ ഇങ്ങനെ ചെയ്യണമോ, വിഭാഗീയതയും സ്വന്തം ഇഷ്ടങ്ങളുമൊക്കെ നിറവേറ്റുവാൻ ആത്മീയതയും വിശ്വാസവുമൊക്കെ ഇന്ന് വളരെ അപക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത്? ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇന്ന് പക്വതയില്ലാത്ത ഒരു കാലഘട്ടം ഈ ഒരു ആത്മീയ മേഖലകളിൽ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇതാ പക്വതയിലേക്ക് കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പറയുന്നു, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകണം. അതിനുശേഷം പറയുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അടിയുറച്ച് ഉറപ്പിക്കണം. ജ്ഞാനസ്നാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനത്തെക്കുറിച്ച്, ദൈവത്തിനെക്കുറിച്ച്, മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച്, ഇനി ഉയർപ്പിനെക്കുറിച്ച്, നിത്യവിധിയെക്കുറിച്ച് ഇനി ഇവയ്ക്കൊന്നും ഇനി ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല എന്ന് എബ്രായ ലേഖനം 6:1-2 നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇനി ഒരു അടിസ്ഥാനം, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് തർക്കം വേണ്ട, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട.
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇന്ന് നമുക്കായി സ്വർഗത്തിലെ ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സെന്റ് പോൾ പറയുകയാണ്, സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കുവാൻ സാധിച്ചില്ല, ജഡീക മനുഷ്യനോട് എന്നതുപോലെയും. അങ്ങനെ പറയുക എന്ന് വെച്ചാൽ ആത്മീയമായ ഒരു പക്വതയില്ലാത്ത ഒരു ജനത്തോട് സെന്റ് പോൾ പറയുന്നു, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല, ജഡീക മനുഷ്യരോട് എന്നതുപോലെയും സംസാരിക്കുവാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എന്ന് വെച്ചാൽ ഒരു ശൈശവ ദിശയിലൂടെ കടന്നു പോകുന്ന ഒരു പൈതലിനോട് സംസാരിക്കുന്നത് പോലെ സെന്റ് പോൾ സംസാരിച്ചു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഗുരുവായ ഭക്ഷണം കഴിക്കുവാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു എന്നാണ് പറയുക. ഇപ്പോഴും നിങ്ങൾ പാല് കുടിക്കുന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഒരു സോളിഡായ ഒരു ആത്മീയ ആഹാരം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകുവാനോ അത് കേൾക്കുവാനുമുള്ള ആത്മീയ പക്വതയോ ഒരു വളർച്ചയോ ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിനാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളിപ്പോഴും ജഡീക മനുഷ്യർ തന്നെ എന്ന് സെന്റ് പോൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയുണ്ട്? അസൂയയുണ്ട്, നിങ്ങളുടെ ഇടയിൽ തർക്കമുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമായ ജനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സെന്റ് പോൾ സംസാരിക്കുന്നു. നിങ്ങൾ പക്വത പ്രാപിച്ചിട്ടില്ല, നിങ്ങൾക്കൊരു സോളിഡായ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനോ കേൾക്കുവാനോ അനുസരിക്കുവാനോ സാധിക്കാത്ത ഒരു സാധ്യത കടന്നു പോകുന്നു. അതുകൊണ്ട് ലൗകികരായതുകൊണ്ട് നിങ്ങൾ ചില വ്യക്തികളുടെ പുറകെ ഓടി നടക്കുകയാണ്. ഞാൻ ബൈബിൾ പറയുന്നു ഞാൻ പൗലോസിൻ്റെ ആളാണ്, ചിലർ പറയുന്നു ഞാൻ അപ്പൊല്ലോസിന്റെ ആളാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഒരു ആൾ ദൈവങ്ങളും നിങ്ങളെ രക്ഷിക്കത്തില്ല. ഒരു തലത്തിലുള്ള ആത്മീയമായ വൃത്തികേടുകളിലൂടെ നിങ്ങൾ കടന്നുപോയാലും നിങ്ങളെ നിത്യജീവനിൽ എത്തിക്കുവാൻ ഈ ലോകത്തുള്ള ഒരു കലാപരിപാടിക്കും സാധ്യതയില്ല. ഒരു മതത്തിനോ തത്വസംഹിതകൾക്കോ ഒന്നും നിങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ സാധിക്കത്തില്ല. നിങ്ങളെ നിത്യതയിൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന സത്യദൈവത്തെ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പ്രഖ്യാപിച്ച എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ ഒരാൾക്ക് പോലും എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ എന്താ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചിലേറ്റ മുറിവിലൂടെ അകത്ത് പ്രവേശിച്ച പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് നിത്യതയിൽ എത്തുവാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക, ഒരു വളരെ വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, ആത്മീയമായ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. കാരണം ഒരു വ്യക്തിയിൽ നിന്നും ആത്മീയമായ ഒരു അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. കാരണം ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുവാൻ പറ്റുകയുള്ളൂ. ബൈബിൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ബൈബിൾ പറയുകയാണ്, ഈ അടിസ്ഥാനത്തിന് അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും പണിതുയർത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളത് എന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. സമ്മാനമെന്ന് പറയുക നിത്യ ജീവന്റെ അവകാശമാണ്. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുക. ഒരു കാര്യം ഓർത്തുകൊള്ളുക, സ്വർണം അഗ്നിയിലൂടെ കടന്നുപോയാൽ അതിൻ്റെ മാറ്റം വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. നിങ്ങളുടെ പണി സ്വർണം വെള്ളി രത്നം എന്നതിനെക്കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ വിശുദ്ധിയാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളർന്നാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ വിശ്വാസം വളർത്തിയെടുത്താൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം, മറ്റുള്ളവരെ എന്താ പറയുന്നത്, സ്നേഹിച്ച് കടന്നു പോകുവാൻ എന്ന് തന്നെ പറയുന്നില്ലേ, വിശ്വാസം
നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് സ്നേഹവും വിശുദ്ധിയും അല്ലെങ്കിൽ സമാധാനവും ഒക്കെയുള്ള ഒരു ജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, പരസ്പരമുള്ള സ്നേഹം, ജീവിതത്തിലുള്ള വിശുദ്ധി ഇത് കാത്തു സൂക്ഷിച്ചാൽ സ്വർണം, വെള്ളി, രത്നം എന്നിവയിലൂടെ കടന്നു പോകുന്നത് പോലെ ഒരു ആത്മാവിൻ്റെ ഫലം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവില് നമ്മുടെയൊക്കെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രൈഡും അഹങ്കാരവും പാപത്തിന്റെ മേഖലകളുമൊക്കെ ഏത് തരത്തിലുള്ള പണിയാണ്? പുല്ലും വൈക്കോലും അതുപോലെ തടിയുമെന്ന് പറയുന്നത് പോലെയുള്ള പണിയാണെങ്കിൽ അത് അഗ്നിയിലൂടെ കടന്നു പോയാൽ അഗ്നി അതിനെ ദഹിപ്പിച്ചു കളയും, അത് കത്തി ചാമ്പലായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞ് നിർജീവ പ്രവൃത്തികളിൽ നിന്നും തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതു ദിവസം വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് ഇനി ഈ കാലഘട്ടത്തിൽ കടന്നു വരാം. നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. ജാഗരൂകതയോടുകൂടി കള്ളനെ പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് വചനം വ്യക്തമാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമുക്ക് ഇനി സമയം നമ്മുടെ മുമ്പിലില്ല. നോഹയുടെ കാലഘട്ടത്തിൽ എന്താ പറയുന്നത്? മനുഷ്യൻ്റെ പ്രവൃത്തി ദുഷിച്ചതാണെന്ന് കണ്ട് അവൻ്റെ ചിന്തകളും പ്രവൃത്തിയും ഒക്കെ കണ്ട് ദൈവം എന്താ പറയുക, ഒരു പ്രളയം ലോകത്തിലേക്ക് കടന്നു വരികയാണ്. 150 ദിവസത്തെ പ്രളയത്തിൻ്റെ നടുവിൽ ആ പെട്ടകത്തിൽ കയറിയവർ മാത്രം രക്ഷ പ്രാപിച്ചു എങ്കിൽ ഇന്ന് കാൽവരിയിൽ കുരിശാകുന്ന ഒരു പെട്ടകം സ്വർഗത്തിലെ ദൈവം നമുക്കായി അനുവദിച്ച് തന്നിട്ടുണ്ട്. നോഹ പെട്ടകമുണ്ടാക്കിയപ്പോൾ ജനം പരിഹസിച്ചു. നോഹ പെട്ടകത്തിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ജനം പരിഹസിച്ചു. പ്രളയം വരുമെന്ന് പറഞ്ഞപ്പോൾ ജനം പരിഹസിച്ചു. ഒരു ദിവസം പ്രളയം വന്നു. അതുവരെയും എന്താ പറയുക, അവര് അത് വിശ്വസിക്കാതെ അവിശ്വസിച്ച് ഇന്നും കുടിച്ചും വിവാഹം കഴിച്ചു കൊടുത്തുമൊക്കെ കടന്നുപോയി. പ്രളയം വന്നു. എല്ലാവരും നശിച്ച് എന്താ പറയുക, നാശത്തിലൂടെ കടന്നുപോയി. ഇന്ന് സെന്റ് പോൾ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണെങ്കിൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കിത് ദൈവത്തിന്റെ ശക്തിയാണ്. സഹോദരങ്ങളെ, കർത്താവിന്റെ ദിവസം അടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നോഹയുടെ കാലഘട്ടം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. കാരണം ഇവിടെ നിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ഒക്കെ ആഹ്ലാദിച്ച് ജീവിച്ചു. ഇന്ന് ഈ ലോകത്തിന്റെ മോഹത്തിലൂടെ നിങ്ങൾ കടന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ അവിശ്വാസത്തിലും എത്തിസത്തിലും അശുദ്ധിയിലും ഒക്കെ കടന്നു പോകുന്ന കാലഘട്ടത്തിന്റെ നടുവിൽ ഓർത്തുകൊള്ളുക, കർത്താവിന്റെ ദിനം വളരെ എന്താ പറയുന്നത്, പെട്ടെന്നൊരു ദിവസം കടന്നു വരും. അന്ന് യേശു എന്റെ ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച്, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച്, ഈ ദൈവത്തിന്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ സഭ നമുക്ക് അനുവദിച്ചു തരുന്ന കൂദാശകളിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവീക ജീവിതത്തെ മുന്നിൽ നിന്ന് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നത് നിങ്ങൾ കാണേണ്ട കാര്യമല്ല. മറ്റുള്ളവർ ചിലപ്പം എന്താ പറയുന്നത്, പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചേക്കാം. അവരെ പോലും ക്രിസ്തുവിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി നിങ്ങൾ സുവിശേഷം പറയണമെന്ന് പറഞ്ഞ് ഒരു കൽപ്പന നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ആ കൽപ്പനയുടെ വെളിച്ചത്തിൽ നമുക്ക് ഈ സത്യ സുവിശേഷത്തെ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കണം. കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സത്യമാണ്. യേശുക്രിസ്തു രണ്ടാമത് ഈ ലോകത്തിലേക്ക് കടന്നു വരും. നമുക്ക് നിത്യതയുടെ തീരത്തേക്ക് കടന്നു പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ ജീവനും എന്താ പറയുക, നമ്മുടെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയണം. റോമാലേഖനം 10:9 പറയുന്നു, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് എന്താ പറയുക, അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും യേശു അല്ലാതെ ഒരു ദൈവമില്ലെന്നും ഹൃദയത്തിലൊന്ന് വിശ്വസിക്ക്. നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങളൊന്ന് ഏറ്റുപറയ. ദൈവത്തിന്റെ രക്ഷയുടെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവൻ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ എന്താ പറയുക, നിങ്ങളുടെ നെഞ്ചിന്റെ നിങ്ങളുടെ വെളിയിൽ ഹൃദയം ഇങ്ങനെ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വെളിയിൽ ഒരു മുട്ട് വിളിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു
ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷം പറയുന്ന നിരവധി പേര് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. നിരവധി വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കുവാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നില്ല. ദൈവയുടെ സഹോദര, പെട്ടെന്നൊരു ദിവസം ഈ ലോകത്തു നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടു പോയാൽ, നിങ്ങളുടെ ആത്മാവ് നഷ്ടമാകുന്ന ഒരവസ്ഥ കടന്നു വന്നാൽ ഓർത്തുകൊള്ളുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ പുനരുത്ഥാനം ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ച് ക്രിസ്തുവിൽ നിങ്ങൾ മരിച്ചാൽ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് വചനം വ്യക്തമാക്കുക. ബാക്കിയുള്ളവര് മധ്യാകാശത്ത് ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും. പിന്നീട് ക്രിസ്തുവിനോടൊപ്പം എന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. വചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. ഓർത്തുകൊള്ളുക, രണ്ടുപേരും ചെന്നെത്തിയത് രണ്ട് സ്ഥലത്താണ്. ധനവാൻ ഒരു അഗ്നി തീച്ചൂളയിലേക്ക് കടന്നു പോകുന്നു, ലാസർ അബ്രഹാമിന്റെ മടിയിലേക്കും. ഇന്ന് സ്തെഫാനോസ് മരിച്ചപ്പോൾ സ്തെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്നതുപോലെ നിങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിൽ വിശ്വസിക്കണം, പാപത്തെ പുറത്തുപേക്ഷിക്കണം, പാപ സാഹചര്യങ്ങളെ പുറത്തുപേക്ഷിക്കണം, എല്ലാം വിട്ടേക്കുക. എൻ്റെ യേശു എൻ്റെ ദൈവമാണെന്ന് വിളിച്ചു പറയണം. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, പല ദൈവങ്ങളുടെ പല പേരുകളിൽ ഒരു പേരല്ല. യേശുക്രിസ്തു ഏക സത്യ ദൈവമാണ്. അവനിൽ വിശ്വസിക്ക്, യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്ക്. മറ്റൊന്നിനെ നിങ്ങൾ ചപ്പൊന്നും ചവറെന്നും കരുതി തള്ളിക്കളയുക. ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നിലുള്ളവയെ എല്ലാം ഞാൻ തള്ളി മാറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിലയേറിയതാകയാൽ എന്റെ പിന്നിലുള്ള എല്ലാം ചപ്പൊന്നും ചവറെന്നും ഉച്ചിഷ്ടം പോലെ കരുതി അതിനെയെല്ലാം തള്ളി മാറ്റി ക്രിസ്തുവിന്റെ പിന്നാലെ കടന്നുപോയ സെന്റ് പോളിനെ പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കണം. ഇന്ന് ഞങ്ങളായിരിക്കുന്ന ഈ കാനഡയിലെ എന്താ പറയുന്നത്, ഈ സിഡ്നി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അറ്റ്ലാന്റിക്കിന്റെ തീരത്ത് കാണുന്ന മലനിരകളെ സാക്ഷിയാക്കി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, യേശുവല്ലാതെ ഒരു ദൈവമില്ല, യേശുവല്ലാതെ ഒരു സത്യമില്ല. യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മനുഷ്യനും രക്ഷ പ്രാപിക്കും. ആ രക്ഷയുടെ ആ വലിയ അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് ഓർത്തുകൊള്ളുക, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ മറ്റൊന്നില്ല. മറ്റൊന്നിന്റെ പിറകെ നിങ്ങൾ പോകണ്ട. ഉടമ്പടി ചെയ്യുന്നുവെങ്കിൽ യേശുക്രിസ്തുവുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യുക, ദൈവവുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യുക. നിത്യതയിലേക്ക് എത്തുവാൻ മറ്റൊരു വഴിയില്ല. ഇവിടെ ദൈവത്തിന് ജനമേ, ഇത്രയും നാളും നമ്മൾ പലതും കേട്ട് പലതും കണ്ടും ഒക്കെ കടന്നുപോയി. ഇനി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്ത് ഒരു വഴിയുണ്ടെങ്കിൽ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു സത്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അടിസ്ഥാനത്തിന്റെ മേൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭവനം പണിയണം. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിങ്ങളുടെ ആത്മീയത നിങ്ങൾ ചേർത്ത് പിടിക്കണം. കുടുംബമായി എല്ലാവരും ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുകളിയല്ല, ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇനി നമ്മുടെ മുമ്പിൽ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ലോകം മുഴുവൻ പ്രതിസന്ധിയിലാണ്. നമ്മുടെ യുദ്ധത്തിന്റെ സ്തുതികളും ഒക്കെ കടന്നു പോകുമ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം ആത്മാവാണ് ജീവനേകുക, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവനേകുന്നതെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം ആത്മാവും ജീവനുമാണ്. എന്നീ വചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിന്റെ വചനത്തെ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് നിൽക്കാം. ഈ കാറ്റിനെ സൃഷ്ടിച്ച ദൈവം, ഈ കടലിനെ സൃഷ്ടിച്ച ദൈവം, ഈ കാണുന്ന മലനിരകളെ ഉണ്ടാകട്ടെ ഒരൊറ്റ വാക്കിനാൽ കൽപ്പിച്ച് സൃഷ്ടിച്ച് ഇത്രയും മനോഹരമായ ഈ ഒരു ഭൂമി നമ്മൾക്ക് ജീവിക്കുവാൻ അനുവദിച്ചു തന്ന ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് അവനല്ലാതെ മറ്റൊരു സത്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് ആദിയിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച നസ്രായനായ യേശുക്രിസ്തുവിന്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, യേശുവല്ലാതെ ഒരു സത്യദൈവമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ നിത്യതയുടെ തീരത്ത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ ലോകത്തിന്റെ ദേവൻ നാശത്തിലേക്ക് തള്ളിവിടും, നിത്യമായ നാശത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് ഇന്ന്
കാണുന്ന നൈമിഷികമായ സുഖമല്ല, മദ്യമല്ല, മയക്കുമരുന്നല്ല, മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരേണ്ടത്. യേശുക്രിസ്തു നമുക്കൊരു ലഹരിയാകണം. യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തിന്റെ അതിർത്തികളെ നമ്മൾ കടന്നു പോകണം. നമ്മളെ തള്ളിക്കളഞ്ഞവരെ മറന്നു കളയുക. നമ്മൾ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക. നമുക്കൊരു ദൈവമുണ്ട്, നസ്രായനായ യേശുവാണ്. ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രം സംസാരിച്ച് മറ്റെല്ലാം നിങ്ങൾ മറന്നേക്ക്. യേശു യേശു യേശു, അതിനപ്പുറം ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ജാഗ്രതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓർക്കുക, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി മറ്റൊന്നില്ല, യേശു മാത്രം. ആ വലിയ ബോധ്യം നെഞ്ചോട് ചേർത്ത് പിടിച്ച്, വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വിളിച്ചു പറയണം: യേശു എൻ്റെ ദൈവമാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഞാൻ ഈ സുവിശേഷം എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് കടന്നു പോകുമെന്ന് വിളിച്ചു പറഞ്ഞ് ഇവിടെ സഹോദര, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത് ഏറ്റെടുക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.